ഒരു കുഞ്ഞു ലോകം കാണാൻ ഒരു വീട്ടിലേക്ക് വന്നാൽ മതി. ഞാനിപ്പോ നിൽക്കുന്നത് തുവയൂരുള്ള ശിലാ സന്തോഷിന്റെ ശിലാ മ്യൂസിയത്തിലാണ്. ഒരു വീട് തന്നെ ലോകത്തിലെ പല സ്ഥലത്തു നിന്നുള്ള പല കാഴ്ചകൾ വളരെ മനോഹരമാക്കി മാറ്റി ഇങ്ങനെ നിർമ്മിച്ചു വെച്ചേക്കുന്ന ശിലാ മ്യൂസിയത്തിലാണ്. നിങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് ഇല്ലാത്തതുമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഉറപ്പായും ഒരിക്കൽ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കാണാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞാലോ? പണ്ട് കാലത്ത് അപ്പൊ ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് അന്ന് നമ്മള് സൈക്കിള് കണ്ട് നടന്നുപോയി, ശരിക്കും ബസ്സിൽ കയറി. അപ്പൊ അത് തന്നെ ഒരു മാറ്റം ഭയങ്കര. നടന്നു വന്നിട്ട് സൈക്കിളിൽ വന്നു, ബസ്സിൽ യാത്ര ചെയ്തു, ഇപ്പൊ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ, താഴെ നിന്നൊരു മേളിൽ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതേ രീതിയിൽ തന്നെ ആയിരിക്കും പുതിയ തലമുറ ഇപ്പം നമ്മുടെ ഈ പഴയ സാധനങ്ങൾ കാണും. ഇപ്പൊ മണ്ണെണ്ണയുടെ ഫ്രിഡ്ജ് കാണുമ്പം മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫ്രിഡ്ജോ, അപ്പൊ അവർ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇത് പറഞ്ഞ അവരെ കളിയാക്കുമെന്ന് വിചാരിക്കും. നേരിട്ട് കാണിച്ചു കൊടുത്താലോ വിശ്വസിക്കും. ആ ഒരു കാലഘട്ടത്തില് ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അന്ന് ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന, കത്തിച്ചിട്ട് അതിനെ തണുപ്പിച്ച് നമുക്ക് തണുപ്പ് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമല്ല. അപ്പൊ അതിന്റെ ഒരു വലിയ ഇതാണ്. ഇതേപോലെ പല സാധനങ്ങളും നമുക്ക് ഇതുപോലെ ശേഖരിച്ചു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പൊ വന്ന് കാണുമ്പോൾ ഉണ്ടാവുന്നത് പോലെ ഒരു ചെറുപ്പത്തിൽ എനിക്ക് തോന്നി, എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് എന്റെ കയ്യിൽ കിട്ടിയാൽ കൊള്ളായിരിക്കാം. അത് എന്റെ കയ്യിൽ കിട്ടിയാൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു വലിയ സംഭവം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു 4000-ലധികം പുരാവസ്തുക്കൾ ഇവിടെ വന്നത്. ഈ ഗവൺമെന്റ് സ്മാർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ പിന്നിൽ ഒരു സാധനം, അതായത് കുട്ടികളെ ടീച്ചർമാർ പഠിക്കുന്നതിനപ്പുറം അവരൊരു സാധനം കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ട് കേട്ട് അങ്ങനെ ഒരു വിഷ്വലി അവർ ഭയങ്കരമായിട്ട് കണ്ടും കേട്ടും പഠിക്കുകയാണെങ്കിൽ അവർ മനസ്സിരിക്കും എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഇത് അനുഭവിക്കുകയാണെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കണ്ടും കേട്ടും കാണുമല്ല നമ്മൾ ടിവിയിലോ, അല്ലെങ്കിൽ ഇതൊരു അനുഭവമാണ്. ഇത് വന്ന് നമ്മുടെ കണ്ണിന് കീഴിൽ നമുക്ക് തൊടാവുന്ന ദൂരത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുമ്പോൾ നമുക്ക് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, ആ മനുഷ്യന്മാർ ഇങ്ങനെയാണ്. യഥാർത്ഥമായിട്ടൊരു കാര്യം പറയാം, നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പം എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പണ്ട് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇന്നും ഞാൻ ഇത്രയും വളർന്നിട്ട് പോലും എനിക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് മാറിയിട്ടില്ല. അതിന്റെ കാര്യം വിഷ്വല് നമ്മുടെ തലച്ചോറ് ഭയങ്കരമായിട്ട് വരും. അപ്പം ഈ മുമ്പേ പറഞ്ഞ പഠന രീതിയുടെ പ്രത്യേകത ഏതാണ്, അതേപോലെ തന്നെ കണ്ടു മനസ്സിലായി. ഇപ്പൊ ഫ്രിഡ്ജ്, മണ്ണെണ്ണയിൽ പ്രവർത്തിച്ച ഫ്രിഡ്ജ് ഇതാണ്, മണ്ണെണ്ണയിൽ പ്രവർത്തിച്ച തേപ്പുട്ടി ഇതാണ്, അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ നോട്ടീസ് ഇതാണ്. അപ്പൊ ശരിക്കും എന്താണ്, നമ്മുടെ മനസ്സിലേക്ക് നേരിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്ന പോലെ കിട്ടും. ആ ഒരു സങ്കല്പമാണ് നമുക്കിങ്ങനെ ഓരോന്നിനെയും കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനെ എനിക്കകത്ത് കാണാൻ പറ്റും. അതായത് ഒരു തലമുറയ്ക്കല്ല, ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞത്, അതായത് ഇവിടെ കയറി കഴിഞ്ഞ ഒരു നിമിഷത്തേക്ക് നമ്മുടെ ടൈം ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. ഏത് ടൈം ലൈനിലേക്ക് പോകണം? കുറച്ച് പഴയതിൽ പോണോ, അതോ അതിനു മുമ്പ് പോണോ, രാജഭരണത്തിൽ പോണോ, ബ്രിട്ടീഷ് ഭരണത്തിൽ പോണോ, ഏത് ടൈം ലൈനിലേക്ക് പോണം? അതില് ഈ പറയുന്ന രാജാവോ രാജ്ഞിയോ യൂസ് ചെയ്തതിനപ്പുറം സാധാരണ നമ്മുടെ വീടുകളിൽ, ഇപ്പൊ എന്റെ വീട്ടിലൊരു 30 അല്ലെങ്കിൽ ഒരു 60 വർഷം മുമ്പ് എന്റെ വീട് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ ഇവിടെ വന്നാൽ മതി. എന്റെ വീട്ടിലെ സാധനങ്ങൾ, മണ്ണെണ്ണ വിളക്ക്, അതെ, അതുപോലെ തന്നെ മറ്റേ ചിരട്ട തവി, മണ്ണെണ്ണ ഫാന്, ഇഡ്ലിക്കുട്ടകം. അപ്പൊ ഇന്ന് രാവിലെയും കൂടെ എന്റെ പപ്പ ലോട്ടറി എടുത്ത് ഇങ്ങനെ നോക്കുക. ഞാൻ വളരെ കോയിൻസിഡൻസ്, എന്റെ വീട്ടിൽ അങ്ങനെ ലോട്ടറി എടുക്കത്തില്ല, എന്റെ പപ്പ വന്നതിന്റെ പ്രമാണിച്ചെടുത്ത് എന്തോ ഒരു ലോട്ടറി നോക്കി, വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ദേ കാണുന്ന ആദ്യത്തെ ലോട്ടറി. ഒരു 60, എന്റെ അപ്പച്ചന്റെ, എന്റെ മുത്തശ്ശനേക്കാളും പ്രായത്തിലുള്ള മുത്തശ്ശന്മാരെങ്ങനെ ജീവിച്ചു എന്നറിയാനുള്ള ഒരു സങ്കല്പം. അതുപോലെ തന്നെ ഈ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുമ്പം, ഞാനിപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതുവാണെങ്കിൽ ഇദ്ദേഹം എന്നെ കുറിച്ച് എഴുതുമ്പോഴും ഈ പുസ്തകത്തിനകത്ത് പൊടിയും തൊങ്ങലും ചേർക്കും, എന്ന് വെച്ചാൽ വായിക്കാനൊരു സുഖം. അപ്പൊ അത് ചിലപ്പോൾ നടക്കാത്ത സംഭവം അതിനകത്ത് ചിലപ്പോൾ എഴുതാറുണ്ട്, അത് വായിക്കുന്ന ഒരു ഇതിനു വേണ്ടി. പക്ഷെ പത്രങ്ങൾ അങ്ങനെയല്ല, റിയാലിറ്റി. ഇന്ന് നടക്കുന്ന സാധനം നാളെ നമ്മൾ ആ വാർത്ത വരും. ഇപ്പൊ ഗാന്ധിജി ഇന്ന് പിന്നെ വെടിയേറ്റ് മരിച്ചു, നാളെ വാർത്ത നമ്മൾ കാണുക. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞതിന്റെ ഒരു 95% ഏകദേശം ഓക്കെ ആയിരിക്കും പല കാര്യങ്ങളും. അപ്പൊ പത്രങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് പുസ്തകങ്ങൾ വായിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഈ എഴുതുന്ന ആൾക്കാരുടെ കൂട്ടിരിക്കും. പത്രങ്ങൾ ഒരിക്കലും അങ്ങനെ ഈ 95% നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് റിസർച്ച് ചെയ്യാൻ ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ആദ്യം മനസ്സിലാക്കിയപ്പോഴാണ് പത്രത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട്. ഇനി ഒരു മാക്സിമം ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പം പത്രങ്ങൾ കാണത്തില്ല നമ്മുടെ വീട്ടിൽ. ഇങ്ങനെ പണ്ട് പത്രം ഇടുമെന്ന് പറയുമായിരിക്കും, ഇപ്പൊ പരിപാടി ഇല്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10ലോ +1ലോ +2ലോ ഒക്കെ പഠിക്കുന്ന പയ്യന്മാരുടെ ഒരു ജോലിയാണ് രാവിലെ പത്രം ഇടാൻ പോകുന്നത്. എത്ര പിള്ളേർ പോകുന്നു? അല്ല, പോകുന്നത് മാത്രമല്ല, പത്രം വരുന്നെങ്കിൽ പോലും വായിക്കുന്നില്ല. വളരെ ഇനിയിപ്പൊ അങ്ങനെ ആയി വന്നു കഴിഞ്ഞ് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓൺലൈനിലേക്ക് മാറും, ഇത് നഷ്ടപ്പെട്ടു പോകും. എല്ലാ പത്രങ്ങളും, ഇപ്പൊ മലയാള മനോരമ ഉൾപ്പെടുന്ന, മാതൃഭൂമി ഉൾപ്പെടുന്ന മുൻനിര ചാനലുകൾ തൊട്ട് താഴെയുള്ള പത്രങ്ങൾ വരെ
ഡിജിറ്റൽ യുഗത്തിൽ എല്ലാരും ഓൺലൈൻ പത്രത്തിലേക്ക് മാറി. നമുക്ക് ഈ രാവിലെ പത്രം വരുമ്പോ കിട്ടുന്ന ഒരു മണമുണ്ട്, രാവിലെ തുറന്നിട്ട് കിട്ടുന്ന മണം. ആ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ അല്ല, ചിലപ്പോ എനിക്ക് ഇന്നത്തെ പകുതി കാര്യങ്ങൾ റിലേറ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു 50 ഒരു 10-20 എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോ അതിനെ കൊണ്ട് വന്നു കഴിയുമ്പോൾ അത് വേറൊരു ഭയങ്കര. അപ്പൊ അതാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്ത ഉണ്ടായിരുന്നു, ഇതിനൊരു ഹെഡിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സംഭവം ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഞാൻ പറയാം, ജെമിനിയോടൊക്കെ ചോദിച്ച് പല കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷെ നമ്മളിപ്പോ ഇതേ ഇവിടെ വന്നപ്പം അവിടെ കണ്ട പല സാധനങ്ങളും ജെമിനിയോട് നമുക്ക് ചോദിക്കാൻ ഓർമ്മ പോലും ഇല്ലാത്തതാ. അറിയില്ല ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞാൽ, എനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ജെമിനിയോട് ചോദിക്കാം. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അതല്ല, എവിടെയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തെ ഞാൻ ഇങ്ങനെ കാണുക. ഈ ജെമിനിക്ക് എന്ത് സാധനത്തെ വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ റിയലി കാണുക, ഇതാണ് തൊട്ടത്. രാജാവ് രാജ്ഞിയും പൊക്കോണ്ടിരുന്ന സമയത്ത് പ്രജകളെ കാണാൻ വേണ്ടി തൊടാൻ ഉപയോഗിച്ചത് അതാണ് എന്നുള്ള ഒരു, അങ്ങനെ ഉപയോഗിച്ചിരുന്ന കയ്യും കാലും അല്ലെ, കയ്യും കാലം എന്നല്ല അതിന്റെ പേര്. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത്യാവശ്യം പുസ്തകം വായിക്കുകയും ഹിസ്റ്ററി, ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അപ്പൊ അത്ര ഇൻട്രസ്റ്റോടെ പഠിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം നിലകൊണ്ടു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്നെ പോലെ അറിയാത്ത ഒരുപാട് ആളുകളാണ്. ഇത് പുതിയ തലമുറയില് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാള് മുമ്പ്, ഇപ്പൊ ഒരു 3 വർഷം 4 വർഷം മുമ്പൊക്കെ ഇവിടെ ഈ പല സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കുട്ടികൾ വരും. കുട്ടികൾ വരുമ്പം അവരിങ്ങനെ ലൈനായിട്ട് പോയിട്ട് തിരിച്ചു പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ എഴുതി വെക്കും, ഇന്ന സ്കൂളിൽ പോയി ഇന്നടുത്ത് പോയിട്ട് വന്നെന്ന്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് വരുന്ന കുട്ടികൾ ഇവിടെ കണ്ടതിന് ശേഷം ടീച്ചർമാരുടെ ടീച്ചറെ അവിടെ നിൽക്കുക, ഞാനിതുവരെ കണ്ടിട്ട് വരട്ടെ, ഇവിടെ 4 മണിയാവുന്ന വീട്ടിൽ പോകണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പോലും അവരുടെ നിന്ന് കാണുന്ന ഒരു തലമുറ ഇപ്പൊ ആയി വരുന്നുണ്ട്. എല്ലാവരിലും അല്ല, ഒരു 60% കുട്ടികൾ ഇപ്പൊ അതിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞ ഈ സാധനമാണ് അനുഭവിച്ചറിയുന്നത്, എപ്പോഴും ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഇത് നമുക്കിപ്പോ ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരെണ്ണം എടുത്തു വെച്ചിട്ട് ഇത് ഇന്ന സാധനം എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്നതിനും അപ്പുറം അതിനൊരു ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് അത് ഏത് രാജ്യമാണ്, അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പിന്നെയും കാണണമെന്ന് തോന്നും. ഒരു ബോർഡ് വായിച്ചാൽ അടുത്ത ബോർഡിലേക്ക് പോകും. അങ്ങനെ ചെയ്തു വെക്കണം. ഇപ്പൊ ഏത് മ്യൂസിയം ചെയ്താലും നമുക്ക് അങ്ങനെ അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കണം. ആ സിസ്റ്റത്തിൽ പോകുമ്പോൾ അവർ ഒരു ബോർഡ് വായിച്ചാൽ മൊത്തവും കറക്റ്റ് ചെയ്തേ പോകത്തുള്ളൂ. ചിലപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. 3 മണിക്കൂറായിട്ട് ഞാൻ താഴെ ഇരിക്കുമ്പോൾ പറയും, എന്താ ചേട്ടാ കണ്ടു പോയതാ, ഇനി ഒന്നുകൂടെ വരണം, അങ്ങനെ പറയാറുണ്ട്. ചിലവര് പിന്നെ എന്തോന്ന് വെച്ചാൽ ഇതിനോടൊന്നും യാതൊരു മൈൻഡും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വന്നിട്ട് ഇതെന്തോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരും ഉണ്ട്. ഇതിൽ ഒന്നും ഞാൻ പറയുന്നത്, ഇപ്പൊ ഇതില് നമ്പർ ഇട്ട് വെച്ചേക്കുന്നു 150 160 ഒക്കെ ഞാൻ നമ്പർ കണ്ടു, ഈ താഴെ ഞാൻ നമ്പർ എഴുതിയിട്ടേക്കുന്നതാണ്. അപ്പൊ ഇതില് 1ാമത്തെ പ്രൊഡക്റ്റ് കണ്ടാലും 150ാമത്തെ പ്രൊഡക്റ്റ് കണ്ടാലും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതേ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറയുന്നത് ഇത് കാണുക അല്ലെ, എന്തോ അടിക്കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാധനം, അത് വലിയ അടിക്കുറിപ്പ്. ആദ്യം നമ്മൾ ഈ സാധനം കാണും, ഇതെന്താ സംഭവം, പിന്നെ അടിക്കുറിപ്പ് വായിക്കും, പിന്നെ വീണ്ടും അതിലേക്ക് നോക്കുമ്പോൾ പുതിയൊരു അനുഭവം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഇത് മൊത്തം. ഞാൻ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് ടീമായിട്ട് വന്നവരോട് നമ്മളിങ്ങനെ സംസാരിക്കായിരുന്നു, കേരളത്തിലല്ല ലോകത്തിലെ ഏത് മ്യൂസിയത്തിൽ പോലും ഈ ഒരു വെറൈറ്റി, ഒരു ഡൈവേഴ്സിറ്റി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ കുറെ മ്യൂസിയങ്ങൾ പോയി കണ്ടതാ. അപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പത്മനാഭപുരം കൊട്ടാരം, അല്ലെങ്കിൽ തിരുവിതാംകൂർ, അല്ലെങ്കിൽ കുതിരമാളിക, ഇവിടൊക്കെയുള്ള മ്യൂസിയങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, ആ കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട്, ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, അങ്ങനെയുള്ള സാധനങ്ങളല്ലാതെ വേറെ വളരെ കുറവാണ് അവിടെ. പക്ഷെ ഇവിടെ എത്തിയാല് PSC ചോദ്യോത്തരം ഉൾപ്പെടെ, പത്രങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂണുകൾ ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാ ഡൈവേഴ്സിറ്റി. അതായത് ഒരു ഇപ്പം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വന്നാലും അതിന്റെ എന്തെങ്കിലും ഒക്കെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ആർക്കിയോളജി പഠിക്കാൻ വന്നാലും, നിങ്ങൾ ഇനി പൊളിറ്റിക്സ് പഠിക്കാൻ വന്നാലും, നിങ്ങളല്ല ഇനി ഹിസ്റ്ററി പഠിക്കാൻ വന്നാലും, എന്തും പഠിക്കാൻ വന്നോട്ടെ, എന്തിനേയും എക്കണോമിക്സ് പഠിപ്പിക്കാൻ വന്നാൽ പോലും ഇവിടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും. അതൊരു വലിയ അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളായാലും അങ്ങനെ 1600 ഔഷധ ചെടിയുണ്ട്. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മരങ്ങളും ചെടികളും ഉണ്ട്. കാരണം നമ്മളൊന്നും നടാറില്ല, കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഒരു മരം ഞാൻ നട്ടാല് എനിക്കത് ഒന്നും ആവുന്നില്ല, അടുത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒട്ടുമാവ്, ഒട്ടുപ്ലാവ് അങ്ങനെയുള്ള സാധനത്തിലേക്ക് മാറി. അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ നാൾ നിൽക്കത്തില്ല. അത് നമുക്ക് മാത്രമായി ഈ ഒരു തലമുറയിൽ തന്നെ തീർന്നു പോകുന്ന ഒരു സാധനം, ആ തലമുറ നിൽക്കത്തില്ല. പക്ഷെ പണ്ടുള്ളവർ എന്താ ചെയ്ത്, 100 വർഷം 150 200 300 വർഷമൊക്കെ കാലഘട്ടം മുന്നോട്ട് പോകുന്ന മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാ. ഞാനത് വീണ്ടും പിന്തുടർന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മരങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ മാവിന്റെ പഴയ ഇത് ഉണ്ടെങ്കിൽ അതിനെ കിളിപ്പിച്ച് നട്ട് നോക്കും. അതുപോലെ തേങ്ങ, അങ്ങനെ പല സാധനങ്ങളും. ഇപ്പൊ നെല്ല് തന്നെ 140ഓളം നെല്ലുവിത്തുണ്ട്. അതിനകത്ത് കല്ലുടിയാരൻ, അടുക്കൻ, ജന്നൽത്തൊണ്ടി, മരത്തൊണ്ടി, പാൽത്തൊണ്ടി, ജീരകശാല, ഗന്ധകശാല, തവളക്കണ്ണൻ, രക്തശാലി, ഇതൊക്കെ പുതിയ തലമുറയോട് ചോദിച്ചാൽ ഇത് അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല് ശരിക്കും അത് ഇഷ്ടത്തോടെ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ
ഈ നെല്ലുകളുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തിൽ കൂടുതൽ കൃഷി ചെയ്യാതിരുന്നാൽ ഈ വിത്ത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ 300-ലധികം നെൽവിത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു, 300-ൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം 100-ൽ കൂടുതൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനകത്തൊരു 140-ഓളം ഇന്ത്യയിലുള്ള പല പൈതൃക വിത്ത് ആയപ്പോഴാണ് എൻ്റെ 140-ആയി. ചെറുവയൽ രാമൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, ഇപ്പം പത്മശ്രീ കിട്ടിയ അദ്ദേഹം ആണ് എനിക്ക് ഒത്തിരി 60-ഓളം നെൽവിത്തുകൾ തന്നത്. അപ്പൊ ഈ നെൽവിത്തുകൾ തന്ന അദ്ദേഹത്തിന്റെ ഇതില് ഞാൻ അങ്ങനെയാണ് ബാക്കി നെൽവിത്തുകൾ പല ആൾക്കാരോടും, പല കർഷകരെ കാണാൻ പറ്റി, പഠിക്കാൻ പറ്റി, അവരുടെ ജീവിതം മനസ്സിലാക്കി. അപ്പൊ എനിക്കിത് എന്താണ് അവര് ചെയ്ത പോലെ എനിക്ക് എന്താ ചെയ്തുകൂടാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോ 1 കിലോ നെല്ല് ഇദ്ദേഹത്തിന് തന്നാൽ എനിക്ക് 2 കിലോ നെല്ല് തിരിച്ചു തരണം. അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പൊ 480 പേർക്ക് ഞാൻ നെല്ല് കൊടുത്തിട്ടുണ്ട്. അത് പൈസ കാച്ചിലൊരു 45-ഓളം ഉണ്ട്, 45-ഓളം വെറൈറ്റി കാച്ചിലുണ്ട്. വാഴ ഒരു 65-ഓളം ഉണ്ട്, ഇപ്പൊ ഒരു 30-ഓളം ഉള്ളു, ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ മറ്റേ ഇഞ്ചി ഒരു 12-ഓളം വെറൈറ്റി ഉണ്ട്, 32-ഓളം വെറൈറ്റി ഉണ്ട്, 32-ഓളം മഞ്ഞളുണ്ട്. അങ്ങനെ അപ്പൊ ആ വെറൈറ്റി തേടി പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു സാധനത്തിന് വേണ്ടി ചിലപ്പം ഡൽഹി വരെ പോയിട്ടുണ്ട്, ബോംബെ വരെ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇവിടെ പല രാജ്യത്തെയും പല സാധനങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കാണുമ്പം അതിനൊരു പ്രത്യേകത ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഇവിടെ ഇല്ലാത്ത ഒരു സാധനമായിരിക്കാം. പക്ഷെ പ്രകൃതിക്കും മണ്ണിനും ദോഷമില്ലാത്ത സാധനത്തെ കുറിച്ച് മാത്രം ചിന്തിക്കും. ഞാൻ ഇപ്പൊ ആലോചിക്കുവായിരുന്നു, ഇപ്പൊ എന്റെ വീട്ടില് വലിയ പ്ലാവുണ്ട്, അതായത് എല്ലാ വർഷവും വലിയ പ്ലാവുകളുണ്ട്. പക്ഷെ ഇപ്പൊ റീസെന്റ് നമ്മൾ വാങ്ങിച്ചു വെച്ച പ്ലാവും മാവും ഒക്കെ 3 വർഷത്തേക്ക് കായ്ക്കുന്നത്, 4 വർഷത്തേക്ക്. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആലോചിക്കും, ഇനി ഒരു തലമുറയ്ക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാവരും തുടങ്ങിയ നല്ലതായിരിക്കും. കാരണം എന്താ അറിയോ, നമുക്ക് ഈ ഒട്ടുമാവ്, ഒട്ടുപ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ ഒരു നല്ലതാ, അത് കുറച്ച് സാധനങ്ങൾ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പഴമയെ കളയാതിരിക്കുക. പഴമയെ കളയാതിരിക്കുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, പുതുമയ്ക്ക് വേണ്ടി എന്തോ കരുതി വെച്ച്. കറക്റ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഈ പുതുമ നമുക്ക് വരുമ്പം, ഇപ്പൊ പ്ലാവ്, ഒട്ടുമാവ് വളരെ 10 വർഷം പോലും നിൽക്കുന്നില്ല, പലരും മണ്ടയടച്ചു പോകും. അതുപോലെ തെങ്ങ് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഴമയുള്ള സാധനങ്ങൾ ഒരെണ്ണമെങ്കിലും നടണം. അപ്പൊ നമുക്ക് 2-3 ഗുണങ്ങളാ. അത് ഇടിമിന്നലേറ്റിയാൽ വലിയ പ്രശ്നം വരത്തില്ല, ചിലപ്പം കാറ്റടിച്ചാൽ മറിയത്തില്ല, അല്ലെങ്കിൽ ഇത് വർഷങ്ങളോളം നിന്നാലും കംപ്ലൈന്റ് വരത്തില്ല, രുചി ഒരു രക്ഷയില്ല. അതിന്റെയൊക്കെ മാങ്ങ തിന്നുക മറ്റേ മാങ്ങ വേറെ. പക്ഷെ മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്പോ നല്ല പച്ചക്ക് നിൽക്കുന്ന പുളിയുള്ളതാണെങ്കിൽ പറിച്ചു തിന്നാൽ നമുക്കൊരു വികാരമാണ്. സംഭവം ഭയങ്കര. അപ്പൊ അതുമായിട്ട് ആനയായിട്ട് നമ്മൾ വ്യത്യാസം. അപ്പൊ അതിനെയൊക്കെ കുറച്ചുകൂടെങ്കിലും ആൾക്കാരിൽ എത്തുന്നത് നല്ലതായിരിക്കാം. അതിന്റെ ഒരു തുടക്കമാണ്. എന്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ 100-ലധികം കുട്ടികൾ ഇപ്പം ശേഖരിക്കാൻ തുടങ്ങി. നമ്മളിവിടെ വന്ന് കണ്ടിട്ട് അത് നമ്മൾ സഹായിക്കാറുണ്ട് അവരെ, ഇന്ന കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം, ലഹരിയാണ് ഇതെന്റെ. പക്ഷെ ഈ ലഹരി കൊണ്ട് വരുന്നവർക്ക് ഗുണമാണ്, വരുന്നവർക്കെല്ലാം ഗുണമുണ്ട് ഈ ലഹരി. മറ്റൊരാൾക്ക് പഠിക്കാനും ജോലി കിട്ടാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനുമുള്ള ലഹരിയാണ് ഈ ലഹരി. പക്ഷെ മദ്യപാനമോ സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ആ ലഹരി നമ്മുടെ ശരീരത്തിനും ദോഷമാണ്, നാട്ടുകാർക്കും ദോഷമാണ്, വീട്ടുകാർക്കും ദോഷം. അപ്പൊ ഈ കുട്ടികളോട് ഞാൻ പറയും, ഈ ലഹരിയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പാട്ടിൽ ലഹരിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സിലാവാം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനത്തിൽ ലഹരിയാകാം. ഈ ലഹരിയാണ് നമ്മുടെ നാടിന് വേണ്ടിയ ഒരു സാധനം. അപ്പൊ ഈ ശേഖരിക്കുന്ന 90% ആളും മദ്യപിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ വലുതായിട്ട് കണ്ടിട്ടില്ല. കുറവാ. എനിക്ക് പുതിയ അറിവാണ്. പക്ഷെ എന്നാലും ഇതെനിക്ക് വളരെ പുതിയ അറിവാണ്. അതായത് ലഹരിയാണെന്ന് മനസ്സിലാവും. ഇതിനകത്തോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇതൊരു ലഹരിയാണ്. അതായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു 25 വർഷം കൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചത് അതിലും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഒരുപാട് 25 വർഷം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയ സാധനങ്ങൾ അത് കാത്തു വെക്കുന്നതിന്റെ ഒരു ഇതെന്നാണ്. ഞാൻ പഠിച്ച സ്കൂളില് വളരെ മോശമായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, വളരെ മോശമായിട്ട്, ഏറ്റവും ലാസ്റ്റ് ബെഞ്ചില്. ആ സ്കൂളിൽ ഞാൻ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. ആ സ്കൂളിൽ ഞാനൊരു പ്രോഗ്രാം, വലിയൊരു പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അത് ആ ടീച്ചർമാർ നമ്മളോടുള്ള ഒരു സമീപനം, അവർ വളരെ റെസ്പെക്റ്റോടെ നമ്മളെ കൊണ്ടുപോയി അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര. പക്ഷെ അതിന് ഞാൻ പണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നത്, ടീച്ചറിന്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കല്ലേ, അല്ലെ എന്നെ എഴുന്നേറ്റ് നിർത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ബെല്ലടിക്കാൻ സമയമാകുമ്പോഴായിരിക്കും ചിലപ്പം ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിൽ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദ്യത്തിന് ഉത്തരം തെറ്റായിട്ട് പറഞ്ഞിട്ട് അടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇപ്പം വിദ്യാഭ്യാസത്തിനും അപ്പുറം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പലരും ലോകത്ത് കണ്ടുപിടുത്തം തരത്തിലൊരു വിദ്യാഭ്യാസമാണല്ലോ. അതായത് എഡ്യൂക്കേഷൻ, അതായത് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ വളരെ പണ്ട് ഒരു മീമ് കണ്ടിട്ടുണ്ട്. വളരെ പണ്ട്, ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാർട്ടൂണിനെ പറ്റി പറഞ്ഞ പോലെ വളരെ പണ്ട് കണ്ടൊരു സാധനമാണ്. ഒരു ആന, മുയല്,
മീന് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് മരങ്കേറ്റ മത്സരത്തിന് നിർത്തുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം. ആനയ്ക്ക് ഇപ്പൊ കുരങ്ങ് കയറുന്ന സ്പീഡിൽ ആനയ്ക്ക് വെച്ചു, മീനിന് വെച്ചു ഇല്ല. പക്ഷെ ആ ഒരു ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു ചേട്ടനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വാസനയുള്ള കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിക്കും. വാസനയ്ക്കും അപ്പുറം നമ്മൾ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇപ്പൊ ഞാനൊരു വലിയ സംഭവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുട്ടികളെ കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അവരെ ചെടി നടാൻ പഠിപ്പിക്കണം. ഇപ്പം പലയിടത്തും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കൃഷി രീതി പഠിപ്പിക്കണം, അവരെ മണ്ണിൽ കളിപ്പിക്കണം. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പഠിപ്പിക്കണം, ആഹാരം ടൈമിൽ കഴിക്കാൻ പഠിപ്പിക്കണം, ഉറങ്ങാനുള്ള ടൈം പറഞ്ഞു പഠിപ്പിക്കണം. ഇത് പല പ്രാവശ്യമായി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ശീലമാവും. അപ്പൊ വളർന്നു വരും. ഇപ്പൊ നമ്മുടെ കുഴപ്പം എന്താ സംഭവിച്ചെന്നറിയോ? എങ്ങനെ വെള്ളം കുടിക്കുമെന്ന് ഒരാളും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏത് ടൈമിൽ ആഹാരം കഴിക്കണമെന്ന് ഒരാളും പറഞ്ഞു കൊടുത്തില്ല. ഏതൊക്കെ ആഹാരം കഴിക്കണമെന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ പല ഡോക്ടർമാരും പറയുമ്പോഴാണ് സ്കൂളുകൾ മാറി. അല്ല, ഇപ്പം മാറി എന്ന് പറഞ്ഞാല് ശരിക്കും അംഗനവാടി തുടങ്ങിയപ്പോ സിസ്റ്റം കേന്ദ്ര സർക്കാരിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അംഗനവാടിയിൽ ഇപ്പം എല്ലാം സിസ്റ്റം കറക്റ്റ് ആയി. അവര് കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീനും അയണും എല്ലാ സാധനമുള്ള ആഹാരങ്ങളായി. ഇത് നേരത്തെ ആവണോ? ഒരു 20 വർഷം മുമ്പ് ആയിരുന്നെങ്കിലോ ഇന്ന് എന്തോ 17 വയസ്സും 18 വയസ്സുള്ള കുട്ടികൾ ഷുഗറാണ്. കാരണം അവർക്ക് തെറ്റായിട്ടുള്ള ആഹാര രീതിയാണ് ജീവിതശൈലി. അതായത് ഈ ഒരു കഴിഞ്ഞ 20 വർഷത്തിനെന്ന് പറയുന്ന ഒരു എവല്യൂഷൻ പീരീഡ് ആണ്. ഒന്നാമത് നമ്മുടെ ആ ഒരു പഴയ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മണ്ണിൽ കളിച്ചും തോന്നുന്ന അസുഖങ്ങളുടെ അളവ് കുറവാണ്. മറ്റേത് പെട്ടെന്ന് ഒരു സിസ്റ്റം മാറി. മണ്ണിൽ കളിക്കാൻ വിടുന്ന പേരൻസ് തന്നെ കുറവായി. വീട്ടുകാർക്ക് പേടിയാണ്, എന്തെങ്കിലും മണ്ണിൽ കളിച്ചോണ്ടിരുന്നവർക്ക് പേടിയാണ് മണ്ണിൽ കളിച്ച അസുഖം വരുമോ. അപ്പൊ കുട്ടികൾ അത് എക്സ്പ്ലോർ ചെയ്യാതായി. വീടിനുള്ളിൽ മാത്രമായി അവര് വായിക്കാനുള്ള എല്ലാത്തിനോടുള്ള ഒരു മാറി പഠിത്തം മാത്രമായി. അപ്പൊ എന്താ പറ്റിപ്പോന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു വലിയ ആ ചേഞ്ചിലേക്ക് ഒരിക്കലും ആ കുട്ടികൾ റെഡി ആയില്ല. അതാണ് കഴിഞ്ഞ ഒരു 20 വർഷത്തിലുള്ള ജനറേഷന്റെ. ഇപ്പൊ തന്നെ നമ്മള് കോവിഡ് വന്ന് മരിച്ച ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫ്ലാറ്റിൽ ജീവിച്ചവരാ. നമ്മുടെ ഈ പറഞ്ഞ മറ്റേ ട്രൈബൽസ് ഏരിയയിൽ എത്ര പേര് മരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവര് അതിനെ അതിജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പൊ അതേപോലെ പല സംഭവങ്ങളും നോക്കിയോ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും, അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ പലതും എന്താണ്, ഈ പുറത്തിറങ്ങാത്തയും സംസാരിക്കാത്തയും അല്ലെങ്കിൽ വെളിയിൽ മണ്ണിൽ തൊടാത്തയും അല്ലെങ്കിൽ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കാണ് പെട്ടെന്ന് അസുഖം വരുന്നത്. കാരണം അവർക്ക് പറ്റുന്നില്ല നമ്മുടെ ഈ ഒരു കാലാവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ജീവിതശൈലി, അതായത് ജീവിച്ചു വന്നൊരു സ്റ്റൈൽ ഓഫ് അല്ല പ്രകൃതി അവർക്ക് വേണ്ടി. കറക്റ്റ്. പ്രകൃതി ഒരു വലിയ സംഭവമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ വിചാരിച്ച നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ തന്നെ മിക്ക മാസങ്ങളിലും കാട് കയറും. ഇപ്പൊ ഞാൻ മരുത്തോമലയായിരുന്നു. ഇപ്പൊ 2 എപ്പിസോഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ 2 എപ്പിസോഡ് വരാനുണ്ട്. അതിന് 2-3 ദിവസം മുമ്പ് ശബരിമലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല കാടുകളും ഇപ്പൊ തമിഴ്നാടായാലും ആന്ധ്രയായാലും കർണാടക പല സ്ഥലത്തും പോയി കാടുകൾ കയറും. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന എനർജി വേറെയാ. നടന്ന് കയറാൻ പറ്റുന്നത്, അവിടുത്തെ വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പഴങ്ങൾ കഴിക്കുന്നത്, അതൊക്കെ എനിക്കൊക്കെ ഒരു ചെറിയ ട്രക്കിങ്ങിന് പോയാൽ പോലും നടുവേദനയാണ്. അതാ നമ്മൾ വളർന്നു പോകുന്ന സാഹചര്യങ്ങളാണ്. ആ ഒരു സിസ്റ്റം മാറണം. ഇപ്പോഴും ഞാൻ നിർത്താതെ പോകുന്നതിന്റെ കാര്യം അതാ. ഇപ്പോഴും നമുക്ക് അടുത്ത ഇനി ഒരു 3 വനമാണ് നമ്മൾ കറക്റ്റ് ചെയ്തേക്കുന്നത്. അതും കയറാൻ വേണ്ടിയാ. അത് ചിലപ്പം 5 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ പോകുന്ന യാത്രകളാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞതിന്റെ കൂട്ട് നടക്കാൻ നമുക്കൊരു ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തോടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പുതിയ മരങ്ങളെ പഠിക്കാം, പുതിയ പഴങ്ങളെ പഠിക്കാം. അത് ട്രൈബൽസ് ആരെങ്കിലും കാണും നമ്മുടെ കൂടെ. അപ്പൊ അവരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് അറിവുകൾ ഇങ്ങനെ ഒരിടത്തും അറിവുകൾ നിൽക്കുന്നില്ല, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഇവിടം എന്ന് പറയുന്ന ഒരു അറിവിന്റെ നിറകുടമാണ് ഇവിടം എന്ന് വേണമെങ്കിൽ. അനുഭവം വലിയൊരു സാധനം കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതം ഒരു അനുഭവം പലർക്കും വലിയ ഗുണമായിരിക്കും. എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഭവം പലർക്കും ഗുണമുണ്ടായിരിക്കും. ചിലർക്ക് അത് വേണ്ടാത്തതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ആരെങ്കിലും ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ്, അതായത് എന്റെ ഒരു നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആരെങ്കിലും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്താൽ തന്നെ ജീവിതം രക്ഷപ്പെട്ടു. ഒരു 100 ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിന് ഏറ്റവും കുറഞ്ഞ 100 ആളുകളെ ഒരു മാസം, ഞാൻ പറയുന്നത് എല്ലാ വർഷവും ഒരു മാസം ഒരു 100 ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളതിന് അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ശേഖരിക്കുമ്പോൾ ഒരു പുതിയ ഞാനിത് വന്ന ഇതെല്ലാം ഒരുമിച്ചാ കണ്ടത്. പക്ഷെ ആദ്യമായിട്ട് ഒരു സാധനത്തെ ഇതെല്ലാം ഒറ്റയ്ക്ക് ഒരുമിച്ച് കിട്ടുന്നില്ലല്ലോ, പലതും പല സമയത്ത്. അങ്ങനെ ഇത് എനിക്ക് വേണ്ടതാണെന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, സോർട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത്. അല്ല, ആ ഒരു മൊമെന്റ് പൈസയുടെ പ്രശ്നം കൊണ്ട് കാണുന്നതെല്ലാം നമുക്ക് വേണമെന്നുണ്ട്. പഴയ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ട, ഒന്നും കളയാനുള്ളതല്ല. പക്ഷെ നമ്മുടെ പൈസയാണ്, അതിന് ഇത്രയും വിലയുണ്ട്. അതിനെക്കാട്ടി ഇച്ചിരി വില കുറഞ്ഞ ഇതാ. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ എടുക്കാം, മറ്റേത് നമുക്ക് പിന്നെടുക്കാം. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പലതും നമ്മൾ ആ മാറ്റി വെച്ചത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പൊ ഓർക്കുമ്പം
അതിന്റെ വില അന്ന് പറഞ്ഞതിന്റെ 100 ഇരട്ടിയായിരിക്കും ഇപ്പൊ അതിന്റെ വില എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മുടെ പേയ്മെന്റ് പൈസ ഒരു വലിയ പ്രശ്നമാണല്ലോ. നമ്മള് ശരിക്കും ഞാൻ മജീഷ്യനായിരുന്നു, 4 വർഷമായിട്ടാണ് ഷോ നിർത്തിയത്. ശരിക്കും ഒത്തിരി ആൾക്കാർ എന്റെ കൂടെ സകലകലാവല്ലഭനെയാണ് ഞാൻ. അതായത് ഏത് മേഖല ചോദിച്ചാലും അറിയാവുന്ന ഒരാളെയാണ് ഞാൻ. അതായത് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്റെ വീട് 20 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇവിടുന്ന്. അതായത് എനിക്കൊരു അരമണിക്കൂർ ഏറ്റവും 16-17 ഉള്ളൂ. ഞാൻ 20 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് പറയാം. 20 കിലോമീറ്ററിന് അപ്പുറത്ത് ഇത്രയും വലിയൊരു മനുഷ്യനും ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അറിഞ്ഞിവിടെ വരുന്ന ആളുകൾക്ക് ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ഇവിടേക്ക് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താലും വേണ്ട, നിങ്ങൾ വെറുതെ വന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വെറുതെ വന്ന് കണ്ടുപോയാലും ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താലും ഇവിടെ 10 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, 10 വർഷം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഞാനൊരു വാർത്ത എടുത്തു. ഇവിടെ ഇപ്പം കാണാൻ എല്ലാ കാലഘട്ടത്തിന്റെയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തകളെങ്കിലും മിനിമം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വാർത്ത എടുത്ത് കൃത്യമായിട്ട് പഠിക്കാൻ സമയമെടുത്താൽ പോലും 1.5 വർഷം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള പറ്റും. അങ്ങനെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. 2000-ഓളം പത്രം പഠിക്കണമെന്നുള്ള ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഇത് ഞാൻ പുതിയ തലമുറയോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും വലിയ ടെക്നോളജിയിലോട്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ പഴമേ നല്ലതായിട്ട് വരുന്ന സാധനങ്ങൾ, നല്ലത് മാത്രം അല്ലാതുള്ളതല്ല, നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ, ഇപ്പൊ ഞാൻ പറയാം, വിഷമില്ലാത്ത ആഹാരം നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ വരുന്ന എല്ലാം നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ പോലും പലയിടത്തും വിഷമടിച്ച് വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതിനെ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൃഷി രീതി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഈ അസുഖങ്ങൾ മാറും. അതേപോലെ എല്ലാം നമുക്ക് എന്തായിക്കോട്ടെ, പഠിക്കുന്ന രീതിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനനുസരിച്ച് ചിട്ടയായിട്ട് പോകാന്നുണ്ടെങ്കിൽ വലിയൊരു സമയം, പണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതിന്റെ കാര്യം എന്നറിയോ? ഈ മൊബൈലാണ് ഏറ്റവും വലിയ പ്രശ്നം. മൊബൈൽ നല്ലതാണ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്കിപ്പം നമ്മുടെ അച്ഛനും മക്കളും കൂടി ഇരിക്കുന്ന സമയത്ത് പോലും 2 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. 2 മിനിറ്റ് ആകുമ്പോ തന്നെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരും, അവിടേക്ക് മാറും, തന്നെ അതിലേക്ക് മാറും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അച്ഛനോടും മക്കളോടും പറ്റത്തില്ല, വൈഫിനോടും പറ്റത്തില്ല, അല്ലെങ്കിൽ ആരോടും പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇത്ര സമയം ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചിരിക്കും. ഒന്നിച്ച് അത്യാവശ്യം ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിക്കാനുള്ള ശ്രമം നടത്തും, ഒന്നിച്ച് ഞങ്ങൾ യാത്ര ചെയ്യാനുള്ള ശ്രമം നടത്തും, ഞങ്ങൾ എവിടെയും പോയിരുന്ന് കഴിക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും. അതൊക്കെ ഒരു പരിധി വരെ നമ്മൾ കറക്റ്റ് ആക്കി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അല്ല, ഇത് കാലഘട്ടം ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ എന്നാലും നമ്മളിത് എപ്പോഴും പറയുന്നത് അരമണിക്കൂറെങ്കിലും നമ്മൾ മനുഷ്യന്മാരായിട്ട് റിയൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ മൊബൈൽ എടുക്കാതിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന് ചോദിക്കുന്നതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്, എനിക്കപ്പോ പഴയതിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. പരമാവധി നമ്മൾ ആവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. വായന വീണ്ടും ശീലമാക്കിയ സൂപ്പർ ആയിരിക്കും. പക്ഷെ വായിക്കുന്ന രീതി എന്ന് പറയുന്നത് നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് വായിക്കാന്നുള്ളതാണ്. ഈ മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് ബ്രെയിൻ റോട്ടിങ്. അതായത് ഒരു 2 സെക്കൻഡിനുള്ളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒന്നും കണ്ടില്ലെങ്കിൽ അടിച്ചു വിടുക. ബ്രെയിൻ റോട്ടിംഗ് ആണ് ഇവിടെ നടക്കൊണ്ടിരുന്നത്. അതായത് 2 സെക്കൻഡ് നമ്മൾ ഹുക്ക് കണ്ടു പിടിച്ചോണം, ഇല്ലെങ്കിൽ അത് പോവും. അങ്ങനെയാണ് ഏറ്റവും പ്രധാനമാണ്. തുടക്കം ഏറ്റവും പ്രധാനമാണ്. ആ ഹുക്ക് ഇല്ലെങ്കിൽ പോവും. അത് ഇനി അതിന് അവസാനം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പോലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പത്രം വായനയിലൊന്നും എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വാക്കും അക്ഷരവും വായിക്കുമ്പോൾ ആ ബ്രെയിൻ റോട്ടിങ്ങിലേക്കുള്ള സാധ്യത കുറയുവാണ്. ഈ ബ്രെയിൻ റോട്ടിങ്ങിന്റെ വേറൊരു പ്രശ്നമാണ് ഷോർട്ട് ടേം മെമ്മറി. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറയായിരുന്നു, ഒരു പേര് ആലോചിക്കാൻ പറ്റില്ല, എന്നെ കൂടെ പറ്റുന്നില്ല. ഞാൻ സ്ഥിരം പോകുന്ന ഒരു സ്ഥലം, അതിന്റെ പേര് എനിക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആ ഷോർട്ട് ടേം മെമ്മറി ഒക്കെ ബ്രെയിൻ റോട്ടിങ്ങിന്റെ ഭാഗമാണ്. ആളുകളിൽ ഇപ്പൊ കുട്ടികളിൽ ADHDയുടെ അളവ് കൂടുതൽ, അതായത് ഒരേ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞ് ആ ADHDയുടെ കുട്ടികളിൽ ഭയങ്കരമായിട്ട് അത് കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താ? നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയി. അത് ഞാൻ വന്നപ്പോ ആലോചിച്ചത്, അങ്ങനെ ഒരു പോസ് ഇട്ട് തിരിച്ചൊരു റിവൈൻഡിന് പറ്റിയൊരു റിട്രീറ്റ് സെന്റർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഇപ്പം ജപ്പാനിലൊക്കെ ഒരു ജോലി സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാനായിട്ട് അവിടുത്തെ ഗൂഗിൾ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു എന്ന് വെച്ചു, ആ സിസ്റ്റം പോയി, തിരിച്ചു വരത്തില്ല. എന്ന് വെച്ചാല് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ തിരിച്ചു വരത്തില്ല. സ്ഥിരം പോകുന്ന റൂട്ടുകൾ പോലും കറക്റ്റ് ആവത്തില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഓരോ രാജ്യങ്ങളും അത്ര സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എന്താണ്, നമ്മളല്ല ഇത് വർക്ക് ചെയ്യുന്ന ഒന്നും. ഇപ്പൊ ഇദ്ദേഹത്തിനോട് പെട്ടെന്ന് ഒരു സാധനം മേടിച്ച്
കട ചെന്നിട്ട് ഒരു 4 സാധനം മേടിച്ച് കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടാൻ പാടായിരിക്കും. പറ്റത്തില്ല, നമ്മൾ പെട്ടെന്ന് എടുത്ത് calculator കാൽക്കുലേറ്റർ ഇല്ലയോ? പക്ഷെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ആൾക്കാരെ നല്ല നോക്കിയാൽ അത് 4, 3, 7, 16, 12, 24 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കറക്റ്റ് ചെയ്ത് തരും. പക്ഷെ അതെന്താണ്, നമ്മുടെ ഒരു സിസ്റ്റം ഇല്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. ആ ഈസി അത് വലിയ പ്രശ്നത്തിലേക്ക് മാറാൻ പോകും. ഇതൊരു റിട്രീറ്റ് ക്യാമ്പിനൊക്കെ പറ്റി നല്ല സ്പേസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികള് അതായത് ഒന്ന് പോസ് ചെയ്ത് അവരുടെ നമുക്കൊരു ദൈനംദിന ജീവിതം ഇതിനകത്തൊരു ഹുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞേ, അതായത് ബ്രെയിൻ റോട്ടിങ് ഹുക്ക് ആണല്ലോ അതിന്റെ മെയിൻ. ഇവിടെ ഒരു ഹുക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗതുകം ഉണർത്തുന്ന ഒരു ഹുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ റിട്രീറ്റ് നടത്താൻ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ്, ഒരു പൈസ വാങ്ങിക്കത്തില്ല, ഫ്രീ ആണ്. രണ്ടാമത്തെ കാര്യം അവരുടെ സമയമാണ്. അവർക്ക് രാവിലെ ഒരു 9 മണിക്കോ അല്ലെങ്കിൽ 9:30 വരാം, വൈകിട്ട് ഒരു 6, 6:30 വരെ അവർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം, വായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് നാളെയും വരാം, മറ്റന്നാളും വരാം, അവർക്ക് എത്ര പ്രാവശ്യം വരാം. അങ്ങനെ വന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പൊ ഇത് ക്യാമറ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എന്തും ചെയ്യാം. അവരുടെ സ്ഥാപനമാണ്, അതേപോലെ വരാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു കൗതുകമോ ഇതൊരു പാഷനാണ്. ഒരു മനുഷ്യനിലെ പാഷൻ എനിക്ക് കാണാൻ പറ്റും. കാരണം എല്ലാം മോണിറ്ററി ആയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തും പൈസ കൊടുത്താൽ എന്തും കിട്ടും എന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പൈസയാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോ പൈസക്കല്ല വാല്യൂ. ഇവിടെ പൈസക്കല്ല വാല്യൂ. കാരണം പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇവിടെ കിട്ടാനുള്ളതെല്ലാം നിങ്ങളുടെ സമയം. നിങ്ങൾ ചിന്തിക്കാൻ റെഡിയാണോ? നിങ്ങൾ കാണാൻ റെഡിയാണോ? നിങ്ങളുടെ സമയം ഇവിടെ കുറച്ചു നേരം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് വിഷമോ. ഇപ്പൊ 3 മണിക്കൂർ കണ്ടിട്ട് പോകുന്ന ആളോട് നമുക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തൊരു സന്തോഷമാണ്. പക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ട് അയാൾ പോയി കഴിയുമ്പം നമുക്കൊരു വിഷമം, ഒന്നും കാണാനില്ലായിരുന്നു, ഇത്രയും സാധനം ഇല്ലായിരിക്കും, കാണാനില്ലായിരുന്നു. പക്ഷെ പുള്ളിയുടെ ചിന്താഗതി അതല്ലായിരിക്കാം. ഈ മുമ്പേ പറഞ്ഞതിന്റെ കൊണ്ട് പുള്ളി ആ ഒരു റീൽസിലേക്ക് പോകുന്ന ആളായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത്. പക്ഷെ വളരെ കുറവാണേ, ഞാൻ പറഞ്ഞെങ്കിലും വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു കുട്ടികളായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ അത് മാറി, വളരെ ഭയങ്കര മാറ്റമായി. ഒരു 2020 ശേഷം അല്ലെങ്കിൽ ഒരു 15 ശേഷം ജനിച്ച കുട്ടികള് അവരുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കരമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങൾ കാണുമ്പോൾ ആ കാണുന്നതിൽ അവരെ പിടിച്ചു നിർത്താനുള്ളത് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ബാഹുബലി പോലൊരു സിനിമ വലിയ ഹിറ്റായത്. ഇപ്പൊ രാമായണം പോലൊരു സിനിമ വരുന്ന ഹിറ്റാവുന്നത്. പഴമയുള്ള സിനിമകളും പഴമയുള്ള കാര്യങ്ങളും വലിയ രീതിയിൽ ഇപ്പൊ ഹിറ്റായിക്കൊണ്ടിരിക്കുക. കൾട്ട് സിനിമകളൊക്കെ, അതായത് ദേവദൂതൻ ഒരു സമയത്ത് ഹിറ്റായില്ല, പക്ഷെ ഇപ്പൊ റീ റിലീസ് ചെയ്തപ്പം അന്നത്തെ ഇരട്ടി. എന്താ അതിന്റെ കാരണം എന്നറിയോ? അന്ന് ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇല്ലാത്ത സാധനം കാണുമ്പോൾ ഉള്ളൊരു കൗതുകം. ഈ ഒരു പത്രശേഖരണം എന്ന് പറയുന്നത് എത്ര വർഷം എടുത്തിട്ട് ഇത് പത്രശേഖരണം ഒരു 25 വർഷത്തിൽ കൂടുതൽ എടുത്തു. പത്രശേഖരണം അതിനകത്ത് പ്രധാനമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ മനുഷ്യൻ ചന്ദ്രനെ കാലുകുത്തി എന്ന് പറഞ്ഞ അന്നത്തെ വാർത്ത, ഹിരോഷിമ ബോംബ് വീണത്, നാഗസാക്കി വീണത്, അതുപോലെ പ്രേംനസീർ മരിച്ച വാർത്ത, ഗാന്ധിജി മരിച്ചത്, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഇന്ത്യ 2ആയി, പാകിസ്ഥാനും ഇന്ത്യയും. ഇതിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഹിറ്റ്ലറിന്റെ വാർത്ത ഈ ഒരു പത്രം കിട്ടിയാൽ ഹിറ്റ്ലർ ജനിച്ചു തൊട്ട് ഈ മരണം വരെ ഈ പത്രത്തിനകത്തുണ്ട്, അതിന്റെ ഫുള്ള് എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു പുസ്തകം ഹിറ്റ്ലറിനെ കുറിച്ച് വായിക്കുന്നതിനെക്കാട്ടി സത്തായിട്ട് ഇത് വായിച്ചാൽ ഒറിജിനൽ സ്റ്റോറി കിട്ടും. മറ്റേത് എഴുത്തുകാരൻ കോപ്പി വിറ്റ് പോവാൻ നേരത്തെ പറഞ്ഞ സെറ്റ് കോപ്പി വിറ്റ് പോകാൻ വേണ്ടിട്ട് കുറച്ച് പൊടിപ്പൊന്നെങ്കിലും ഇതൊന്നുമില്ല, അങ്ങനെ കിട്ടും. ഒറിജിനൽ അതല്ല എഡിസൺ ഇത് അത് ടൈറ്റാനിക് മറിഞ്ഞ വാർത്ത. നമ്മൾ ഈ സിനിമ കണ്ടപ്പോ പറഞ്ഞില്ലേ ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു സംഭവം ഇത് കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞില്ലയോ? പക്ഷെ 1912 ടൈറ്റാനിക് പറഞ്ഞ വാർത്തയുടെ ഒറിജിനൽ പത്രമുണ്ട്. അപ്പൊ അത് ഒറിജിനൽ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യം. അതുപോലെ പിന്നെ മനുഷ്യൻ മറ്റേ എവറസ്റ്റ് കീഴടക്കിയ വാർത്ത, അതുപോലെ തന്നെ മറ്റേ ആദ്യത്തെ ടെസ്റ്റ് പുഷിച്ചു, അത് ഇന്ത്യ അതുണ്ട്, അതിന്റെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു കാലഘട്ടത്തില് ഈ വാർത്ത എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരാൾ മരിച്ച 4 വർഷം കഴിഞ്ഞ് അടുത്ത രാജ്യം അറിയുന്നത് പോലും, അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. ഇനി അതേപോലെ തന്നെ വേറൊരു സാധനം ഞാൻ പറയാം. നമ്മളിപ്പോ ഈ മൊബൈലിന്റെ കാര്യം ഇതൊക്കെ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. കാണിക്കാൻ പോകുന്ന കാര്യമാണ് ടെലഗ്രാം എന്ന് പറയും. ടെലഗ്രാമിന്റെ പ്രത്യേകത ഇപ്പൊ ടെലഗ്രാം ചോദിച്ചാൽ മറ്റേ സാധനം സെൻഡ് ചെയ്യാനുള്ളതാന്ന് പിള്ളേർ വിചാരിക്കും. ആ ടെലഗ്രാം അല്ല. ഈ ടെലഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു വാർത്ത ഒരു സ്ഥലത്തേക്ക് അറിയിക്കണം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? ടെലഗ്രാം ഉള്ള സ്ഥലത്തേക്ക് ചെല്ലും. അപ്പൊ അവിടെ ടെലഗ്രാം ഉള്ള ആളെന്തായിരിക്കും ഇതിനെക്കുറിച്ചുള്ള സംഭവം പഠിക്കും. ഒരിക്കലും എഴുതി പോകുന്ന സാധനമല്ല, ഇതൊരു കോഡാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ ഡാ ഡി ഡി എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സൗണ്ട് എന്താണെന്ന് എനിക്കറിയാം. ഇതിന്റെ ഈ തലപ്പത്തിരിക്കുന്ന ആളേതാ? ഈ ഇതുമായിട്ടിരിക്കുന്ന ആളാ, റിസീവർ ഇരിക്കുന്ന ആളാ. ഈ റിസീവർ ഇരിക്കുന്ന ആളെന്താവും?
ഈ സംഭവം പുള്ളിക്കറിയാം ഇവിടെ ടൈപ്പ് ചെയ്ത് എന്താന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ സാധനം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തു, അപ്പുറത്ത് കിട്ടുന്ന ആളത് കറക്റ്റ് ചെയ്തിട്ട് ആർക്കാണോ അറിയിക്കേണ്ടത് ഇത് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം, 4 പേര് പണിയെടുക്കണം. ഇദ്ദേഹം വന്ന് പറയണം, ഇദ്ദേഹം ഇത് ചെയ്യണം, മറ്റേ ആളത് കറക്റ്റ് ചെയ്യണം, മറ്റേ കൊടുക്കണം. 4 പേര് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സന്ദേശം ചെയ്യുന്നത്. ചിലപ്പം പറയുന്ന ഞാൻ ഇതുപോലെ 10ാം ക്ലാസ് പാസ്സായി അച്ഛ, അല്ലെങ്കിൽ എന്റെ അമ്മാവൻ മരിച്ചുപോയി, ആ വാർത്തയായിരിക്കും. ഇത്രയും ടൈം സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം കിട്ടാൻ. ഇന്ന് നമുക്കത് വീഡിയോയിൽ കാണിക്കാം, ദേണ്ട കണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഇത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ചെയ്തത്. ഇപ്പോഴും പട്ടാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്, ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏറ്റവും നമ്മുടെ തുടക്കത്തിന്റെ ആദ്യ സാധനമാണിത്. ഇതിന്റെ ഫുൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് കണ്ടീഷൻ, വർക്ക് ചെയ്യുന്ന സാധനം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. മാക്സിമം ഒരു 3 മാസത്തിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്തെന്ന് അറിയാൻ പറ്റും. എന്നാലും അതാ ഹോട്ടലിൽ ചേരും. അപ്പൊ അവിടെ നിന്നപ്പോ ഈ ഹോട്ടലാണല്ലോ, ഇവിടെ ഈ ഹോട്ടലായില്ലയോ, ഇവിടെ നോക്കി, ഇനി ഇവിടെ സൈഡായി. അതായത് 3D ഒക്കെ 3D 4D 5D ഒക്കെ ഇത് 1200 വർഷം മുമ്പ് മഹാരാഷ്ട്രയുള്ള ഒരു ക്ഷേത്രത്തില് വെച്ചിരുന്ന ശില്പ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ളതാണ്. അത് നമ്മൾ അന്ന് പിക്ചർ എടുത്തിട്ട് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് ചെയ്തത് നമ്മളാ. വേറെ ആരും ഇത് ചെയ്തതായിട്ട് നമുക്ക് അറിയത്തില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു, അല്ലേ? അതെ, നമുക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ സഹിതം ഒന്ന് കമന്റ് ചെയ്തോട്ടെ അവർ ചെയ്തത്. അതായത് ഞാനൊക്കെ വിചാരിച്ചത് 5D 6D ഒക്കെ ഇപ്പൊ വന്നയാന്നാ. അല്ല, അങ്ങനെയല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതൊരു പൊസിഷനാണ്, ഒരു ഡാൻസ് പൊസിഷനാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരു ഇവിടെ നോക്കി, ഇവിടെ നല്ല രസമാണ്, വേറൊരു രീതിയാ. കണ്ടോ, കുതിരമാളി എന്ന് പറഞ്ഞൊരു കൊട്ടാരം 5 വർഷം കൊണ്ട് പണിതാ. എനിക്കറിയാം. ഇന്ന് 5 വർഷം കൊണ്ട് അത്ര ഒരു സാധനം പണിയാൻ പറ്റത്തില്ല. ഇന്ന് മിഷനറി ഉണ്ട്, CNC ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പണിയാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരുടെ ഈ പറഞ്ഞ തോണ്ടലില്ലായിരുന്നു, ചിന്ത ഇതില്ല. ഡെഡിക്കേറ്റഡ് ആണ് ഒരു സാധനത്തിന് വേണ്ടി അവര് ഡെഡിക്കേറ്റ് ചെയ്ത അവരെ അതിനെ എങ്ങനെ എളുപ്പമാക്കാൻ പറ്റും, ഏത് രീതി കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്താശേഷിയുണ്ട്. സ്മാർട്ട് വർക്ക്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പകുതി ചിന്തയെ നമ്മൾ ഈ മൊബൈലിനകത്തും അല്ലെ മറ്റു കാര്യത്തിൽ റീൽസിനകത്തും കളയുക. അതാണ് ഈ ഒരു വരുന്നത്. പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി വരുന്ന തലമുറ. ഇതാണ് അഞ്ചൽ കത്തി. ഈ കത്തി കൊണ്ട് കുത്തിയ കേസില്ലായിരുന്നു. എന്ന് പറഞ്ഞാല് അഞ്ചൽ ഓട്ടക്കാരൻ എന്ന് പറഞ്ഞ ആളുണ്ട്. നമ്മുടെ പോസ്റ്റ്മാന് പേര് പറയുന്നത് അഞ്ചലോട്ടക്കാരനാണ്. അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ്മാനാണ് അഞ്ചലോട്ടക്കാരൻ. അപ്പൊ ആ അഞ്ചലോട്ടക്കാരൻ കത്തും അല്ലെങ്കിൽ പിന്നെ പൈസ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം പോകുന്നത് റോഡിന് നടുക്കൂടാ. ഈ കയ്യില് ഈ മണികിലിരിക്കൊണ്ടാ പോകുന്നത്. ഈ ടൈമിൽ ആരെങ്കിലും ക്രോസ് ചെയ്യുകയോ അല്ലാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചു മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതും കൊണ്ട് സ്വയരക്ഷയ്ക്ക് കുത്താം. അന്ന് കേസില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കത്തിയാണിത്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരുള്ള കണ്ണഞ്ചാപ്പിളിയാണ് ഏറ്റവും അവസാനത്തെ. അദ്ദേഹത്തിന്റെ മകനാണ് എനിക്ക് ഈ ഒരു കത്തി ഇതും തന്നത്. അവിടെ പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ്. അവിടുന്ന് ഞാൻ ഏറ്റുവാങ്ങി, ചാനലിലൊക്കെ വാർത്ത വന്നു. വലിയൊരു പരിപാടിയായിട്ടാണ് ഏറ്റുവാങ്ങിയത്. അപ്പൊ ഇതൊരു വലിയ സംഭവമാണ് ഈ ഒരു കത്തി, അഞ്ചൽ കത്തി. ഇതെനിക്ക് പുതിയ അറിവ്, ഈ സ്റ്റോറിയെ പുതിയ അറിവാ. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കും ഒരു 1000 വർഷങ്ങളോ 100 വർഷങ്ങളോ 50 വർഷങ്ങളോ 100-200 ഒക്കെ വർഷം പഴക്കമുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ജഗ്ഗ 1835 എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ജഗ്ഗായത് അവർ ഉപയോഗിച്ചു. അത് ഗൂർക്കാക്കത്തി മറ്റേ മോഹൻലാലിന്റെ ഒക്കെ സിനിമ പറഞ്ഞില്ലേ, ഈ കത്തി ഊരി കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ ഇത് ഉറയിലേക്ക് ഇടത്തില്ലെന്ന്. അതെല്ലാം ഗൂർക്കാക്കത്തി. അല്ല, ഇത് മുറുക്കാനില്ലയോ, കൊണ്ട് നടന്ന് ഉപയോഗിക്കുന്ന. ഒരു സൈഡില് ചുണ്ണാമ്പ്, ഇതിനകത്ത് വെറ്റ, പാക്ക്, എല്ലാ സാധനവും ഇതിന്റെ അത് സെറ്റ് ചെയ്യും പോകുന്ന വഴിക്ക്. അപ്പൊ മുറുക്കാൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു മുറുക്കാൻ, ചെറിയ ചെല്ലമ്പോഴുള്ള സാധനം. റേഡിയോ പഴയ കാലത്തെ. അർജുനേട്ട നേരത്തെ എന്നോട് പറഞ്ഞു റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. അത് നമുക്ക് കാണിക്കാം, നമുക്ക് കാണിച്ചു കൊടുക്കാതെ. ടെലസ്കോപ്പാ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മുടെ പൾസ് അറിയാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് ചോദിച്ചാൽ, പിന്നെ ചെവി കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ച് നോക്കും. അപ്പൊ ഇത് പുരുഷന്മാര് സ്ത്രീകളുടെ ഇങ്ങനെ ചെയ്യുമ്പം അവര് ബുദ്ധിമുട്ടാ. ഇപ്പൊ റെനാലൻക് എന്ന് പറഞ്ഞ ഡോക്ടർ എന്ത് ചെയ്തു, 1816 പേപ്പർ ചുരുട്ടിട്ട് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പൊ പൾസടിച്ച് പുള്ളി ഇത് തടിയിൽ ചെയ്ത്. അങ്ങനെ ഇത് വികസിച്ച് ആണ് ഇങ്ങനൊരു സാധനത്തിലേക്ക് മാറിയത്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇത് ചെവി വെച്ച് നോക്കി, മുടി മാറ്റിയിട്ട് എനിക്ക് കേക്കാം.
ബീറ്റ് ഇല്ലയോ? ഇതിനകത്ത് ഇത് ഞാൻ അതിന്റെ വേണ്ടി ഒരു മോഡല് ഈ സാധനം വെച്ച് പണിതാ പുതുതായിട്ട്. ചെയ്തതാ. പക്ഷെ ഒരിക്കലും ഇതിന്റെ ക്വാളിറ്റി കിട്ടത്തില്ല. ഇതിനകത്ത് നോക്കാമെങ്കിൽ ഇതേ ഇതിന്റെ ഇരട്ടിയായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ വീഡിയോ പുറത്ത് വന്നപ്പോഴത്തേന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ ഡോക്ടർ അങ്ങനെ ഒത്തിരി പേര് വന്നു. അവർ നെറ്റിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലുള്ള സിദ്ധവൈദ്യന്മാര് ഇവിടെ ഉപയോഗിച്ചിരുന്നു ഈ ഒരു സംഭവം. അങ്ങനെ ഇത് പാലക്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ കളക്ട് ചെയ്തത്.